ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അമൃതാനന്ദമയിയെ പറ്റി. അപ്പം പല രീതിക്കുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചു അമൃതാനന്ദമയി അതിന് ആൾദൈവമാണെന്നെങ്കിലും പറഞ്ഞിട്ടില്ല. ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു മനുഷ്യന് ഒരിക്കലും ദൈവമാകാൻ പറ്റില്ല. അതുകൊണ്ട് അമൃതാനന്ദമയി ഒന്നും ആൾദൈവത്തെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് ആൾക്കാർ പറഞ്ഞിരിക്കുന്നു അമൃതാനന്ദമയി ആൾദൈവമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ശരിയായിരിക്കാം. ഒരാൾദൈവങ്ങളും അയ്യോ ഞങ്ങൾ ദൈവമാണ് എന്ന് വിളിച്ച് പറയുന്നില്ല. പക്ഷെ അവരുടെ പ്രവൃത്തിയിലൂടെ അവർ ദൈവമായി അങ്ങ് പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. ജനം കുറേ അധികം ആൾക്കാർ അന്ധവിശ്വാസമുള്ളവർ അതങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആരും അനൗൺസ് ചെയ്യുന്നില്ല ഞാൻ ദൈവമാണ് എന്ന്. കാരണം ഇവർ ആദ്യകാലത്ത് എന്തായിരുന്നു സംഭവിച്ചത്? ചെറുപ്പത്തിൽ വളർന്നു വന്നിട്ട് ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ ദേഹത്ത് വെള്ള സാരിയൊക്കെ എടുത്തു വരുന്ന ദിവസം ഭഗവാൻ കൃഷ്ണൻ വരുന്നു. അപ്പം പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഓരോ ദുരിതം അനുഭവിക്കുന്നവർ വരുമ്പോൾ ആ പ്രശ്ന പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇവരുടെ ശരീരത്തിൽ കയറിയ കൃഷ്ണനാണ്. വെള്ളിയാഴ്ച ദിവസം പട്ടുസാരി ചുവപ്പ് നിറമുള്ള വെച്ച് കിരീടവും വെച്ച് വരുന്ന അന്നത്തെ ദിവസം ദേഹത്ത് കയറിയിരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഭഗവതിയാണ്, ദേവിയാണ്. അപ്പൊ അന്ന് പ്രശ്നപരിഹാരം പറയുന്നത് ദേവിയാണ്. അപ്പൊ അവരാൾദൈവം ആയില്ലേ. അല്ലാതെ അവര് വിളിച്ചു പറയണമെന്നില്ല ഞാൻ ആൾദൈവമാണെന്ന്. അല്ല, ആൾക്കാർ കമന്റ് ഇട്ടോണ്ട് പറഞ്ഞു. പിന്നെ കുറച്ചു പേര് കമന്റ് ഇട്ട രാമനും കൃഷ്ണനും യേശുവും ഒന്നും അവരൊക്കെ ആൾദൈവം അല്ലായിരുന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഈ രാമനും കൃഷ്ണനും അവരാരും ഇതേപോലെ ബിസിനസ് സാമ്രാജ്യം കൊണ്ടുവന്നിട്ടില്ല. ആരും ഇതുപോലെ ബിസിനസ് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ അറിവിൽ സന്യാസിയാവുകയല്ല നമ്മുടെ ശങ്കരാചാര്യരെയൊക്കെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് സന്യാസിയാകുക എന്ന് പറയുക. ജിതേന്ദ്രിയത്വമുള്ളതെന്ന് അങ്ങനെ കണ്ട ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാ വികാരങ്ങളെയും നിയന്ത്രിച്ച് ശാന്തമായിട്ട് പോകുന്നു സന്യാസിയായിട്ട്. അതാണ് നമ്മുടെ സങ്കല്പം. അല്ലാതെ വിദേശ രാജ്യങ്ങൾ തോറും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്ലെയിനിൽ യാത്ര ചെയ്ത് വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കി വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ഒരു ദൈവമായി മാറുമോ? അങ്ങനെ ഒരു ഇത് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇപ്പം നാരായണൻ KP വന്ന് പറഞ്ഞതാണല്ലോ നമ്മളുടെ വിഷയം. ഇപ്പം പുള്ളി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ആദ്യം തുടങ്ങുന്നത് കോഴിക്കോടാണ്. അവിടെ പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാവരോടും ആശ്രമത്തിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്തു, എല്ലാവരുടെയും ID കാർഡ് എല്ലാവരും എടുക്കണമെന്ന്. അങ്ങനെ എല്ലാവരും ID കാർഡുമായി കോഴിക്കോടേക്ക് പോയി. അവിടെ വെച്ച് ആദ്യത്തെ പ്രോഗ്രാമിന്റെ ദിവസം തന്നെ എല്ലാവർക്കും ID കാർഡ് കൊടുത്തു. എന്തായിരുന്നു ID കാർഡ് കൊടുത്തത്? എല്ലാവരുടെയും കയ്യിൽ ബ്രഹ്മചാരി നാരായണൻ, ബ്രഹ്മചാരി കൃഷ്ണൻ, ബ്രഹ്മചാരി ലക്ഷ്മണൻ ഈ രീതിയിൽ എഴുതിയ കാർഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ കാർഡ് മേടിച്ച് സേവക്ക് എന്ന് എഴുതിയ കാർഡ് എല്ലാവരെയും ധരിപ്പിച്ചു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് അന്തേവാസികളൊക്കെ തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. അമ്മ മൗറീഷ്യസ്, സിംഗപ്പൂർ ഇങ്ങനെ പോയി. അപ്പോൾ എൻ്റെ അടുത്തുള്ള റൂമിലെ ഒരു ബ്രഹ്മചാരി എന്നെ കാണിച്ചു. നമ്മളെയൊക്കെ സേവക്കാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ കാർഡ് കാണിച്ചു. മറ്റേ ബ്രഹ്മചാരി എന്നുള്ള കാർഡ് അവർ തിരിച്ച് മേടിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെന്താ അടിമയാണോ? ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയും മക്കളുമല്ലേ, എൻ്റെ മക്കളാണ് നിങ്ങളല്ലേ അമ്മ എപ്പോഴും പറയുന്നത്, നമ്മളോടൊന്ന് പറയാമല്ലോ. ഇവർ നല്ല കാർഡ് പ്രിന്റ് ചെയ്ത് വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യേണ്ടല്ലോ, ആശ്രമത്തിൽ തന്നെ വിതരണം ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളെ ഒരു അടിമയാക്കി മാറ്റുമല്ലേ ചെയ്യുന്നത്, ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞാൻ ബ്രഹ്മചാരികൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ വെച്ച് ഞാൻ പറഞ്ഞു ഇതൊന്നും ശരിയായൊരു നടപടിയല്ല, നമ്മളെ ഒരു അടിമയാക്കി മാറ്റുകയാണ്, ഇതിനെതിരെ ഞാനൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവരം ആശ്രമത്തിലാകെ ആ കാര്യം ചർച്ചയായി. അങ്ങനെ അടുത്ത ദിവസം ഡൽഹിയിൽ ഹോസ്പിറ്റലിൻ്റെ ജോലി നോക്കുന്ന ഒരു ബ്രഹ്മചാരിയായ അദ്ദേഹം യെല്ലോ വസ്ത്രം ധരിച്ച ഒരാളാണ്. അദ്ദേഹം ഈ കാര്യം അറിഞ്ഞ് എന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. ഉണ്ടായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കോഴിക്കോട് വെച്ചിട്ട് ഇങ്ങനെ സേവക്ക് എന്നുള്ള കാർഡ് ധരിപ്പിച്ചു, ബ്രഹ്മചാരി എന്നുള്ള കാർഡ് ഊരി മാറ്റി, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നല്ല അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, ഞാൻ അങ്ങനെയാണെങ്കിൽ നിരാകാരം കിടക്കുകയാണ്, ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിരാകാരം ഇരുന്നു. അപ്പോൾ ആ വിവരം ആശ്രമത്തിൽ ചർച്ചയായി അമ്മയുടെ അടുത്ത കാര്യം അറിയിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ വെച്ച് ഒരു മൂത്ത സന്യാസിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. അവിടെ വെച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാമകൃഷ്ണ മഠത്തിലൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ സ്വാമി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു രാമകൃഷ്ണ മഠത്തിലൊന്നും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്തോ പറയാൻ എഴുന്നേറ്റ് പറഞ്ഞു ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടെ പറഞ്ഞ് തീർത്തു. ആ ബ്രഹ്മചാരിയുടെ നിരാകാരം പിൻവലിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അമ്മ പ്രോഗ്രാം കഴിഞ്ഞ് ആശ്രമത്തിൽ വന്ന് ആദ്യത്തെ ദിവസം ഭജനക്ക് വന്നപ്പോൾ ഞാൻ മുമ്പ് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ തൊടാത്ത രീതിയിൽ കുറേ വഴക്കൊക്കെ പറഞ്ഞു, എന്നെ വെച്ചായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഭജന തുടങ്ങി ഒരു 3 ഭജന കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റ് പോയി. അപ്പോൾ സ്വാമി പറയുന്നുണ്ടായിരുന്നു ഭജന അമ്മ കഴിഞ്ഞില്ലല്ലോ, 1.5 മണിക്കൂറാണ് സാധാരണ ഭജന പാടാറ്, ഇത് 3 ഭജന കഴിഞ്ഞ പാടിന് എഴുന്നേറ്റ് പോയി. അമ്മയുടെ ദേഷ്യം സഹിക്കാൻ കഴിയാതെ കൊണ്ടാണ് അമ്മ എഴുന്നേറ്റ് പോയത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച ദിവസം പബ്ലിക് ദർശനം ഇല്ലാത്ത ദിവസമാണ്. അന്ന് ഞങ്ങളൊക്കെ ഭക്ഷണം തരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അമ്മ തന്നെ നേരിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ദിവസമാണ്. അന്നത്തെ ദിവസം അത്യാവശ്യം വന്നവർക്ക് ലൈനായിട്ട് നിന്ന് ദർശനം കൊടുക്കും. അപ്പോൾ എന്നെ വിളിപ്പിച്ചിട്ട് ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എന്നെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തുവാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ഞാൻ അവിടെ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു സത്യമേ വിജയത്, ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു, അസത്യത്തിൽ ഞാൻ ഭയപ്പെടുന്നില്ലെന്ന് അമ്മയുടെ മുന്നിൽ വെച്ചു. അതെല്ലാവരും കേട്ട് ഒച്ചത്തിൽ പറയുന്നത്. അപ്പോൾ തന്നെ കുറച്ച് പേരെ ലൈനിലുണ്ട്, ദർശനം കൊടുക്കുന്നത് നിർത്തി അമ്മ പോയി. അപ്പോൾ അവിടെയെല്ലാം അത് ചർച്ചയായി. അതിന്
നാരായണൻ കെ.പിയുടെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അമൃതാനന്ദമയി ദേവി എന്ന അമ്മ ഒരു സാധാ ലോക്കൽ സ്ത്രീകളുടെ അതേ വികാരങ്ങളും അതേ കുശുമ്പ്, കുന്നായ്മ, പ്രതികാരബുദ്ധി, ദേഷ്യം, പക ഇതെല്ലാം വെച്ച് പുലർത്തുന്ന വെറും സാധാ ഒരു സ്ത്രീ തന്നെ. അവർക്കെതിരായിട്ട് നാരായണൻ ഒരു വട്ടം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയല്ല, അയാളുടെ സങ്കല്പം അനുസരിച്ച് അയാൾ അങ്ങോട്ട് പോയി ആശ്രമത്തിൽ കുറെ കാലം താമസിച്ച് ആ രീതിക്ക് താമസിച്ച ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്നുള്ള രീതിയിലുള്ള സന്യാസിയായി മാറുമെന്നോ അല്ലെ പുണ്യാത്മാവായി മാറുമെന്നൊക്കെ സങ്കല്പിച്ചായിരിക്കാം അയാൾ ആശ്രമത്തിൽ പോയി ചേരുന്നത്. അപ്പൊ അതൊന്നും അല്ല അവിടെ നടക്കുന്നതൊക്കെ കണ്ട് പക്ഷാഭേദവും അവിടെ കുറെ ഇതൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ അയാൾ അതിനെ എതിർത്ത്. അപ്പൊ ആ എതിർത്തപ്പോൾ ഇയാൾ എതിർത്തപ്പോൾ അമൃതാനന്ദമയുടെ സ്വഭാവം എങ്ങനെയാണ് ഇയാൾ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. വെറും ലോക്കൽ സ്ത്രീകൾ അല്ലെ വീട്ടമ്മമാരായ സ്ത്രീകൾ വീടുകളിൽ വഴക്കുണ്ടാക്കുമ്പോൾ കാണിക്കുന്ന അതേ രീതി തന്നെയല്ലേ കാണിച്ചത്. ബാക്കി കേൾക്കാം. ബ്രഹ്മചാരികളും സന്യാസികളുമാണ്. ഇത് ഒരു ബിസിനസ് സങ്കേതമാക്കി മാറ്റാൻ ഞാൻ അനുവദിക്കില്ല. ആശ്രമത്തിന്റെ മുന്നിൽ 2 സിംഹത്തെ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ മാറ്റി അവിടെ 2 ആട്ടിൻകുട്ടിയെ വെക്കും. അപ്പോൾ ഞാൻ സംസാരിക്കാതിരിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളെ എല്ലാവരും ഒന്നിച്ചു നിന്നാലും എൻ്റെ വാക്കായിരിക്കും ലോകം കേൾക്കുക എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അതെല്ലാം റെക്കോർഡ് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം കുറേ കാര്യങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് ഒരു 20-22 വർഷത്തിന് ശേഷം എല്ലാവർക്കും കുറച്ച് പേർക്ക് മഞ്ഞയും കാവ്യയും ഒക്കെ അവിടെ കൊടുത്തത്. ഇന്ത്യയിലെ എല്ലാ ആശ്രമത്തിലും 12 വർഷം 10 വർഷമാകുമ്പോൾ എല്ലാവർക്കും സന്യാസം കൊടുക്കും. ഇവിടെ 20-25 വർഷം നിന്നിട്ടും യെല്ലോ വസ്ത്രം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനൊന്നും ഇവിടെ താല്പര്യമില്ല. ഇതന്നെ വളരെ ബഹളം വെച്ചതിന് ശേഷമാണ് ഇത്രയും കൊടുത്തത്. ഇങ്ങനെയാണ് ഒരു ആശ്രമം പോകുന്നത്. എന്തും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങളാരും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. അന്ന് തൊട്ടേ ഇവർക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്. ഞാനന്ന് യെല്ലോ വസ്ത്രം ഒന്നും എടുക്കുന്നില്ലെന്ന് വെച്ചാൽ അപ്പോൾ അന്തേവാസികളൊക്കെ പറഞ്ഞു, നിങ്ങളാണല്ലോ ഇതിനെതിരെ എല്ലാം ഇവരിങ്ങനെ ചെയ്യുന്നതിനൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ മോശമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കാൻ തന്നെ തയ്യാറായത്. എന്നിട്ട് എന്നോട് പല അമ്മയുടെ ഭക്തന്മാരും എനിക്ക് എഴുതുന്ന ഒരു കമൻറ്റാണ്, വസ്ത്രം മൂരി പോകും, വസ്ത്രം മൂരിയിട്ട് സംസാരിക്കുന്നൊക്കെ. ഈ വസ്ത്രം ഞങ്ങൾ എടുക്കുമ്പോൾ ഒരു ഫോം ഞങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് വസ്ത്രം ധരിക്കുന്നതും പേര് സ്വീകരിക്കുന്നതും എന്ന് അതിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ഭക്തന്മാർ യാതൊരു കാര്യവും അറിയാതെ വെറുതെ വന്ന് കമൻറ്റ് ചെയ്ത് ചിന്തിക്കണം. ഞങ്ങൾ 10-28 വർഷം ആശ്രമത്തിൽ നിന്നിട്ട് അനുഭവങ്ങളാണ് പുറത്ത് പൊതുജനത്തോട് പറയുന്നത്. ഇത് പൊതുജനത്തോട് പറയേണ്ടി വരുന്നത് യാതൊരു വിട്ടുവീഴ്ച മനോഭാവവും ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ദുര്യോധനൻ സൂചികൊണ്ട് കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലാണ് മഹാഭാരത യുദ്ധം വന്നത്. അവിടെ പിന്നെ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട എന്നാണ് അർജുനോട് കൃഷ്ണൻ പറഞ്ഞത്. ഗീതയിലെ മിക്ക ശ്ലോകങ്ങളും അർജുനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. അധർമ്മത്തോട് സന്ധി സംഭാഷണം ചെയ്യരുത് എന്ന സന്ദേശമാണ് ഗീത തരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമൃതാനന്ദമയി അമ്മയൊക്കെ പണ്ടുണ്ടായിരുന്നു, അവരും മാൾദീപം അല്ലേ, നിങ്ങൾ എന്തിനാ അവരെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിക്കുന്നതോട് ചോദിക്കാം. പണ്ട് ശങ്കരാചാര്യര്, അതേപോലെ ശ്രീനാരായണ ഗുരു, അങ്ങനെയുള്ള നമ്മളുടെ അവരാരും വ്യവസായവും ബിസിനസ്സും ഒന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ സമൂഹത്തിൽ അന്ന് അനീതിയായിട്ട് നിന്നിരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് മാറ്റാൻ വേണ്ടി ശ്രീനാരായണ ഗുരു സവർണർ കാണിക്കുന്ന വൃത്തികേടുകൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചു. അപ്പോഴും അദ്ദേഹം എപ്പോഴും വിഗ്രഹ ആരാധന പോലും എതിർത്തിരുന്നു. എന്നെ ദൈവമായിട്ട് കാണുമോ, ദൈവമായിട്ട് കണ്ട് ആരാധിക്കുകയോ ചെയ്യരുത്, എല്ലാ ഓരോ വാക്കുകളിലൂടെ അന്ന് നടക്കുന്ന ഈ ജാതിയുടെ മതത്തിന്റെ എല്ലാം നല്ല കാര്യങ്ങൾ അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞേച്ച് പോയ ഓരോ വാക്കിനും ഇന്നും സമൂഹത്തിൽ വളരെ വാല്യുണ്ട്. നമ്മൾ ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടും കൂടി ഇരിക്കുന്നത്. അങ്ങനെയാണ് ഒരിക്കലും വിഗ്രഹം വെച്ച് എൻ്റെ പ്രതിഷ്ഠ വെക്കുകയോ ചെയ്യുന്നവരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം ജനങ്ങൾ കാറ്റിപ്പറത്തി പ്രതിഷ്ഠ തന്നെ വെച്ച് അവിടെ പൂജയോട് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഫോട്ടോ പോലും വെക്കരുതെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരു. അതൊന്നും മനുഷ്യർ കേൾക്കത്തില്ല. മനുഷ്യർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്നതാണ് ഇഷ്ടം. ഇവിടെ അമൃതാനന്ദമയി ഈ കൊറോണ വന്നപ്പോൾ കെട്ടിപ്പിടുത്തമൊക്കെ നിർത്തിയതാണെന്ന് നിങ്ങൾക്കറിയാം. മാസ്ക് ഇട്ട് നടന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് അതേപോലെ അവർക്ക് ഷുഗർ, പ്രഷർ, സർവ്വവിധ എല്ലാവിധ സാധാ ഒരു മനുഷ്യന് എന്താണ് അതുണ്ട്. ശരിക്കും 10-14 വയസ്സാകുമ്പോഴത്തേന് ഈ സ്നേഹം കിട്ടാതെ വളരെയും ചെറുപ്പത്തിൽ ബാല്യത്തിൽ വളരെ കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത ചില പെൺകുട്ടികൾ സ്നേഹത്തിന് വേണ്ടി വല്ലാതായിരിക്കുമ്പോൾ അവർക്ക് ഒരു ഹിസ്റ്റീരിയ പോലത്തെ ഒരു അസുഖത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ വേറൊരു ലോകത്താവും. ഈശ്വരനെ വിളിച്ച് താഴെ ഇറക്കി കഴിയുമ്പോൾ ഈശ്വരൻ അവരുടെ കൂടെ ഉണ്ടെന്നൊക്കെ തോന്നി അവർ കാട്ടിക്കൂട്ടുന്ന ചില നമ്പരുകളാണ് അമൃതാനന്ദമയി ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ശരിയാവണമെന്നില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോഴത് ആ ഒരു ദൈവം ശരീരത്തിൽ കയറിയിട്ട് അരുൾ ചെയ്യുന്നത് ശരിയാവുന്നു എന്നൊക്കെ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ കാവ്യമാധവന്റെ ഒരു സിനിമ കാണിച്ചാൽ അപ്പം തന്നെ എല്ലാവരും കൂടെ അവിടെ പോയി കാക്ക വീണ് കരഞ്ഞു പോവുകയും അവരെ പിടിച്ച് ദൈവമാക്കി അപ്പം അതൊരു ബിസിനസ്സാക്കി ചെയ്യാൻ ബുദ്ധിയുള്ള ആരോ കുറെ പേര് ചേർന്ന് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് വ്യവസായമോ അതിന്റെ പുറകിൽ കാശുണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർ
ആൾക്കാരുണ്ട്, അവരാണ് ഇത് ചെയ്യുന്നത്, ഇവരെ മുന്നിൽ നിർത്തിയിട്ടുണ്ടെന്നുള്ള, അല്ലാതെ ഇവരാണ് ഇതൊക്കെ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ ഇന്നത്തെ കാലത്ത് ഈ ആൾദൈവമൊന്നും അല്ലാത്ത ഒരു മഹത് വ്യക്തിയുണ്ട്, മദർ തെരേസ. അവര് ഈ കുഷ്ഠരോഗമൊക്കെ പറഞ്ഞ ഒരാൾക്കാർ കുഷ്ഠരോഗികളെ നോക്കാൻ പോലും പറ്റാത്ത ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികളെ പരിചരിച്ച് അതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി, പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി, ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെച്ച് ശരിക്കും പറഞ്ഞ ഒരു നൈറ്റിംഗേള്, ഒരു മാലാക തന്നെയാണ് അവരെ ആരാധിക്കുന്നേ തെറ്റില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ തട്ടിപ്പാണ്. വലിയ വലിയ വിദേശ രാജ്യങ്ങളിൽ പോവുക, വലിയ വലിയ മണി സൗധങ്ങൾ കെട്ടിവെക്കുക, വലിയ ബിസിനസ് ഉണ്ടാക്കി വെക്കുക. ഒന്നും ഇവർ ദൈവീകത്തെ പോയിട്ട് ആത്മീയതയുടെ 7 അയലക്കത്തോടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കണ്ട് വിശ്വസിച്ച് കുറെ സന്യാസിമാരാകാനും ബ്രഹ്മചാരിയാകാനും വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും എല്ലാം അങ്ങോട്ട് പോകും. കുറെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും കാക്കൽ വീണ് അയ്യോ പൊത്തോന്നും പറഞ്ഞ് അവരും കിടക്കും. അവർക്കും പൈസ തന്നെ മുഖ്യം, വേറൊന്നുമല്ല. അപ്പൊ അത് കണ്ടേച്ച് ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് കുറെ ജനം ആ കൂടെ അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ പലരും കമന്റ് ഇട്ടിരുന്ന് അമ്മയുടെ ബർത്ത്ഡേക്ക് അമൃതാനന്ദമയി സ്കൂളിലെ ടീച്ചർമാര് മഠത്തിൽ ആശ്രമത്തിൽ പോയി അവിടുത്തെ ചെടിവേല മുഴുവൻ ചെയ്യണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഓരോന്നായിട്ട് കമന്റ് വായിക്കുമ്പോൾ അറിയാം, വെറും സാധാരണക്കാരിയായ ഒരു സ്ത്രീ തന്നെ ആത്മീയത പോലും തൊട്ടു വേണ്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.